പ്രിയപ്പെട്ടവരെ, വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. ഇന്ന് സംഭവിച്ച ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയിരുന്നല്ലോ. എൻ്റെ 5 വയസ്സുള്ള ഗ്രാൻഡ് സണൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു. ചൂട് കാരണം പുള്ളി തന്നെ പറഞ്ഞു, ഞാനൊരു സ്ഥലത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞ് അകത്തിരിക്കുക. കളിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹത്തോടുകൂടി വന്നതാണ്. അപ്പം ഈ മനുഷ്യരാശി ഈ കളിച്ച് 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 ഗ്ലോബൽ വാർമിംഗ് വരുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ എത്തി. ഇനി ഇത് കൂടിക്കൂടി വരുള്ളൂ. അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടിലാവും. ഇപ്പോൾ നാട്ടിലത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ എന്ന് കരുതി ഇവൻ ഭയങ്കര ആഗ്രഹത്തോടുകൂടി വന്ന ഇവനെ ഈ ലുലു മാളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അകത്ത് AC ഒക്കെ ഉള്ളു. അപ്പോൾ ഇവനവിടെ അവൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഗെയിംസൊക്കെ കളിക്കാനായിട്ട് അവിടെ ആക്കിയിട്ട് ഞാൻ ലുലു മാളിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധാരണ പോകാറുള്ള ഷോപ്പുകളിലൊക്കെ വെറുതെ ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒന്നും പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടായിട്ടൊന്നും പോയതൊന്നുമല്ല. എന്തൊക്കെയുണ്ട്, കുറേ നാളായില്ല പോയിട്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആദ്യം പോയത് അവിടുത്തെ ഹൈ ഡിസൈൻ സ്റ്റോറിലാണ്. അപ്പോൾ ഫുൾ ലെതർ ബാഗുകളൊക്കെ ഉണ്ട്. അവിടെ ചെന്നൊരു ബാഗ് കണ്ടു. അതിന് 4500 രൂപ എന്തോ ഒരു പൗച്ച്. അപ്പോൾ എനിക്ക് ആരോ എന്നോട് സംസാരിക്കുന്നു, നിനക്കത് വേണം? നിന്റെ വീട്ടിൽ ഇതേപോലെ തന്നെ ഒരു സംഭവം കിടപ്പില്ലേ? അത് ലെതർ അല്ല എന്നുള്ളതേ ഉള്ളൂ. ഈ ഫങ്ഷൻ ചെയ്യുന്ന ഇതേ ഡയമെൻഷനുള്ള അളവിലുള്ള ഒരു സംഭവം നിന്റെ വീട്ടിൽ കിടപ്പില്ലേ? അത് പോരെ, അത് കീറിയിട്ടൊന്നുമില്ലല്ലോ, അത് സാമാന്യം തരക്കേടില്ലാത്ത ബ്രാൻഡല്ലേ? ഓക്കെ ലോഡ്, അതവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആപ്പിൾ സ്റ്റോറിൽ കയറി. നല്ല ആപ്പിൾ വാച്ചൊക്കെ ഇരിക്കുന്നു, 25,000 രൂപ. പിന്നെ വേറൊരു മോഡൽ 35,000 രൂപ. അതിങ്ങനെ എടുത്തു. അപ്പോഴും ഈ അശരീരി എന്നോട് പറയുന്നു, നിന്റെ കയ്യിലൊരു വാച്ച് കിടപ്പില്ലേ? അത് വർക്ക് ചെയ്യണില്ലേ? അതിന് ഇത്രയ്ക്ക് വിലയില്ലെന്നല്ലേ ഉള്ളൂ. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നില്ലേ? പിന്നെ എന്തിനാണ് നീ ഈ വക സാധനങ്ങളെ സ്നേഹിക്കുന്നത്? യെസ് ലോഡ്, അതവിടെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ലുലു കണക്റ്റിലോട്ട് കയറുക. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ തന്നെ ബോസ് സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. എന്തോരിടത്ത് പാർട്ട് ടൈം അടിക്കണ സൗണ്ട്. ആ ബ്രാൻഡ് നെയിം മാത്രമേ ഉള്ളൂ, പഴയ ക്വാളിറ്റി ഒന്നും ഇല്ല. പണ്ടത്തെ സ്വഭാവത്തിനാണെങ്കിൽ അത് വാങ്ങിക്കും. പക്ഷേ ഇന്ന് ആ ഒരു വിവേചന ശക്തി കർത്താവ് നൽകിയിരിക്കുന്നു. ക്വാളിറ്റി, ആ ബ്രാൻഡ് നെയിമേ ഉള്ളൂ, ക്വാളിറ്റി ഈസ് ബാഡ്. അതുമല്ല, തിരക്കേടില്ലാത്ത മ്യൂസിക് സിസ്റ്റമൊക്കെ വീട്ടിലിരിപ്പുണ്ട്. എന്തിന് ആ പണം ദൂർത്തടിക്കുന്നു? ഓക്കെ, താങ്ക് യു. അത് കഴിഞ്ഞ് നല്ല നല്ല ലാപ്ടോപ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം നോക്കി. അപ്പോഴും ഒരു അശരീരി എന്നോട് പറയുന്നു, നിന്റെ വീട്ടിലൊരു ലാപ്ടോപ്പ് ഇരിപ്പില്ലേ? അത് 5 കൊല്ലം പഴക്കമായെന്നല്ലേ ഉള്ളൂ. അതിൻ്റെ കോൺഫിഗറേഷനൊക്കെ ഓക്കെ അല്ലേ? അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണില്ലേ? അത് കേടാകുമ്പോൾ മാത്രം പുതിയതൊരെണ്ണം വാങ്ങിച്ച പോരെ?
യെസ് ലോഡ്. അതവിടെ വെച്ചു. അവരെ 45,000 രൂപ 50,000 രൂപയാണ് സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നത്. എന്തിനാണ് ഞാനിപ്പോൾ അത് വാങ്ങിക്കുന്നത്? എന്തിന് ഞാൻ ദരിദ്രനാകണം? അത് അവസാനം ഞാൻ പോയി മൊബൈൽ സ്റ്റോറിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ടച്ച് സ്ക്രീൻ ഇല്ലാത്ത സാധാരണ ഒരു മൊബൈൽ തരാമോ? കാരണം ഈ ഇന്റർനെറ്റ് അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു സാധനം വിൽക്കുന്നില്ല, പുറത്ത് വല്ല കടയിലൊക്കെ കിട്ടും. അതോടുകൂടി സാത്താൻ്റെ എല്ലാ തട്ടിപ്പുകളും കഴിഞ്ഞു. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് പോക്കറ്റിൽ. അപ്പോൾ ഭയങ്കര തിരക്കാണ് അതിനകത്ത്. നല്ല ചെറുപ്പക്കാര്, പിള്ളേര്, ജോലിയൊന്നും ആയിട്ടില്ലെന്നൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എക്സ്പെൻസീവ് ആയിട്ടുള്ള കയ്യിലൊരു മൊബൈലുണ്ട്, പുതിയ മോഡലിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണന്മാരുടെ പൈസ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം, ഇതിലൊന്നും അല്ല സന്തോഷം. ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ച് 2 ദിവസം കഴിയുമ്പോൾ അത് പഴയതായി, അല്ലെങ്കിൽ അടുത്ത മോഡൽ ഇറങ്ങി കഴിയുമ്പോൾ അത് പഴയതായി. അപ്പോൾ ഈ കിക്ക് പോയി. അപ്പം പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ആ ജീവന്റെ പ്രകാശമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഈ വക സംഭവങ്ങളോട് വിരക്തി തോന്നിയത്. ആഗ്രഹം, ഒരു സൗണ്ട് അശരീരി പറയുന്നു, ആഗ്രഹങ്ങളുടെ പുറകെ നീ പായരുത്. ആവശ്യങ്ങൾ നീ ചെയ്തോ, ആഗ്രഹങ്ങളുടെ പുറകെ നീ പായരുത്. അത് സാത്താൻ്റെ തട്ടിപ്പാണ്, നിന്നെ നശിപ്പിക്കാനുള്ള കുതന്ത്രമാണ്, നിന്നെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടാനുള്ള സാത്താൻ്റെ ഏഹ്, അടവാണ് ഈ ആഗ്രഹങ്ങളുടെ പുറകെ നമ്മളെ നയിക്കൽ. അതേസമയം ഒരു സംഭവം അത്യാവശ്യമാണ്, അത് വേണം. ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല, അത് ഇനി നന്നാക്കാനും പറ്റില്ല. ഓക്കെ, ദെൻ യു ഗോ ആൻഡ് ബൈ വൺ. അതിനകത്ത് ഏഹ്, അതിനകത്ത് തെറ്റില്ല. കർത്താവ് വീണ്ടും പറയുന്നു, യോഹന്നാൻ 7:37, ജീവജലത്തിൻ്റെ അരുവികൾ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞിട്ട് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ നവീകരിക്കപ്പെട്ട വ്യക്തികളായി മാറുന്നു. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നു. അവൻ ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും സമാധാനവും ശാന്തിയും അനുഭവിക്കുന്നു. പിന്നെ അവന് അത്രത്തോളം വിലയുള്ള യാതൊന്നും ഈ ലോകത്തിൽ ഇല്ല. ആ പരിശുദ്ധാരൂപിയുടെ പ്രസൻസാണ് അവന് സന്തോഷം നൽകുന്നത്. വേറെ ഒന്നും അവനെ സന്തോഷിക്കാൻ സാധിക്കുകയില്ല. ദാറ്റ് ഈസ് ദി ട്രൂ ഹാപ്പിനെസ്. ഇങ്ങനെയുള്ള യഥാർത്ഥ സന്തോഷത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കപ്പെട്ടവർ ഈ ലോകത്തിലെ ജഡമോഹങ്ങൾക്ക് പിന്നാലെ പായുകയില്ല.
അതിന് ഈ പരിശുദ്ധാരൂപി നമ്മളെ അനുവദിക്കുകയില്ല. അത് ഈ ലോകത്തിൻ്റെ ജഡിക മോഹങ്ങളില്ലാതെ തന്നെ നമ്മൾ സന്തോഷത്തിലായിരിക്കും. ഒരുപക്ഷെ ജഡിക മോഹങ്ങൾ എൻ്റെ പുറകെ പോയാൽ വീണ്ടും നമ്മൾ ദുഃഖിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാരൂപി നൽകുന്ന ജ്ഞാനത്താലാണ്. അപ്പോൾ സർവേശ്വരൻ നമ്മെ എല്ലാവരെയും ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കാണ്, ആത്മാവിൽ ദരിദ്രർ, ഈ ഈ ലോകത്തിൻ്റെ എല്ലാവിധ മായകളിലോടും മായകൾക്ക് മായകളോട് നമുക്ക് വിരക്തി ഉണ്ടാകും. അതിൻ്റെ അർത്ഥം നമ്മിൽ പരിശുദ്ധാരൂപി വസിക്കുന്നു എന്നുള്ളതാണ്. ഈ യഥാർത്ഥ സന്തോഷത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. നമുക്ക് ആ ക്ഷണം സ്വീകരിക്കാം. വളരെ എളുപ്പമാണ്. ഒറ്റ ഡിസിഷൻ. ഞാൻ വചനമനുസരിച്ച് ജീവിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് ബൈബിൾ അനുദിനം ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാം. അപ്രകാരം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട വ്യക്തികളായി മാറും. അതുവരേക്കും നമ്മൾ തീ പിടിക്കാത്ത ക്രിസ്ത്യാനികളാണ്. പക്ഷെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തീ പിടിക്കുന്ന ക്രിസ്ത്യാനികളാകാനാണ്. അപ്രകാരം നമ്മൾക്ക് ലോകത്തിന് വെളിച്ചമായി തീരാൻ സാധിക്കണം. ഇതിനു വേണ്ട കൃപയും അനുഗ്രഹവും നൽകുവാനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു വട്ടം കൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടഅരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.